വാറിംഗ് സ്റ്റേറ്റ് എന്ന പോരാട്ടകാലത്തിലായിരുന്നു മാദറ ജനിച്ചത്. ചെറുപ്പകാലം മുതൽ തന്നെ യുദ്ധങ്ങളും പോരാട്ടങ്ങളും കണ്ടുവളർന്ന ആളായിരുന്നു മാദറ. ഉച്ചീഹ വംശത്തിലെ ഏറ്റവും ശക്തനായിരുന്ന മാദറയ്ക്ക് തന്റെ കണ്ണുകൾ ഉപയോഗിച്ച് ഏതൊരു എനിമിയെ നിഷ്പ്രയാസം കീഴ്പ്പെടുത്താൻ സാധിക്കുമായിരുന്നു. സൂസനോ എന്ന ടെക്നിക്കിനെ ഏറ്റവും പൂർണ്ണമായി ഉപയോഗിക്കാൻ കഴിഞ്ഞ ആദ്യത്തെ ഉച്ചീഹ മെമ്പറും മാദറ ഉച്ചീഹ തന്നെയാണ്. മാദറ തന്നെയാണ് ആദ്യമായി ശരിങ്കൺ ഉപയോഗിച്ച് നയൻറ്റീൽസിനെ തന്റെ കൺട്രോളിൽ കൊണ്ടുവരുന്നതും. കൊനോഹ ഗ്രാമത്തിന്റെ സ്ഥാപകനായിരുന്ന മാദറയ്ക്ക് പിന്നീട് അതേ ഗ്രാമത്തിന്റെ ശത്രുവായി മാറേണ്ടിയും വന്നു. വളരെ പവർഫുൾ ആയിട്ടുള്ള ഈ കഥാപാത്രത്തിനെ ക്രിയേറ്റ് ചെയ്യാൻ നേരമായിരുന്നു കിഷിമോട്ടോക്ക് ഏറ്റവും കൂടുതൽ വെല്ലുവിളികൾ നേരിടേണ്ടി വന്നത്. അവന്റെ പവേഴ്സിന് കിഷിമോട്ടോ അങ്ങനെ ലിമിറ്റ്സ് ഒന്നും കൽപ്പിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഓവർ പവേർഡ് ആയിട്ടുള്ള മാത്രമേ എങ്ങനെ കീഴ്പ്പെടുത്തണമെന്ന് പുള്ളിക്കാരന് തന്നെ നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു. ആ ഒരു ക്രൈസിസ് ഒഴിവാക്കാൻ വേണ്ടിയാണ് പുള്ളിക്കാരൻ കാഗുയ എന്ന ക്യാരക്ടറിനെ നറൂട്ടോയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. മരിച്ചു കഴിഞ്ഞാലും എങ്ങനെ പുനർജനിക്കണം എന്നതിനെക്കുറിച്ച് മാദറ വലിയ പദ്ധതികൾ തയ്യാറാക്കിയിരുന്നു. ഇതിനായി അദ്ദേഹം തന്നെ മരണം വരെ മാറ്റിയിരുത്താൻ ശേഷിയുള്ള ഈസനാഗി എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചു. നറൂട്ടോയിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് എൻട്രി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് മാദറയ്ക്ക് തന്നെ കൊടുത്തതാണ്. ഗാരയുടെ കീഴിൽ വരുന്ന 16,000-ഓളം വരുന്ന 4th ഡിവിഷനിലുള്ള ഷിനോബികളെ കേവലം തന്റെ പ്രസൻസ് കൊണ്ട് മാത്രം വിറപ്പിച്ച മാദറയുടെ ആ ടെറർ സീൻ. നിങ്ങൾക്ക് നറൂട്ടോയിൽ ഇഷ്ടപ്പെട്ട മാദറയുടെ ഏറ്റവും നല്ല സീൻ ഏതെന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്യുക. ആനിം വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ ചാനലും സപ്പോർട്ട് ചെയ്തേക്കുക.